നമ്മുടെ ഇപ്പൊ ചാറ്റിനകത്ത് ഒരു സുഹൃത്തല്ല ഏതൊരു വ്യക്തി എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ആ സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് വളരെ വ്യക്തമായിട്ടൊന്ന് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരു ടാക്ടിക് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട്. കമന്റ് ഇങ്ങനെയാണ്: അപ്പൊ 100,000 ഒരാൾക്ക് സൈഡ് എഫക്ട് ഉണ്ടാകുമെന്ന് 20 വർഷം മുമ്പേ ഗവേഷണം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ വെളുപ്പിക്കൽ? അതാണ് പുള്ളിയുടെ ചോദ്യം. ഓക്കെ, അതായത് ഇപ്പൊ ഞാനിപ്പം വളരെ ഹോണസ്റ്റ് ആയിട്ട് പഠനങ്ങൾ നോക്കിയിട്ട് പഠനങ്ങളിനകത്ത് റാബീസ് വാക്സിൻ എടുക്കുന്ന ആൾക്കാരിൽ ഉണ്ടാകാവുന്ന പോസിബിൾ ആണ് അഡ്വേഴ്സ് ഇവന്റ്സ് എന്താണ്, അഥവാ സൈഡ് എഫക്ട്സ് എന്താണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത്: എന്തിനാണ് ഈ വെളുപ്പിക്കൽ എന്നുള്ളത്. ആസ് ഇഫ് നമ്മൾ എന്തോ ഇവിടെ ഇരുന്ന് വാക്സിനെ വെളുപ്പിക്കുന്ന പോലെ. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളതും അതുപോലെ ഇത് കേൾക്കുന്ന മറ്റുള്ളവരോടും പറയാനുള്ള 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ ഈ വാക്സിന്റെ പാർശ്വഫലങ്ങൾ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കൊരു വാക്സിൻ എടുത്ത ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന പ്രോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് വാക്സിൻ എടുത്ത കുത്തിയ ഭാഗത്ത് ഉണ്ടാകുന്ന തടിപ്പ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേദന. ചിലർ വാക്സിൻ എടുത്ത് ഞാൻ അന്ന് ആ ദിവസം മുഴുവൻ കൈക്ക് വേദന എന്ന് പറയുന്നേക്കാം. അതുപോലെ തന്നെ പനി, അതുപോലെ തലവേദന, അതുപോലെ തന്നെ ആണ് ക്ഷീണം. ഇതെല്ലാം സത്യത്തിൽ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ്. പലർക്കും ഇതുപോലെ കുത്തിവയ്പ് എടുത്തതിന് ശേഷം യാതൊരു സിംറ്റംസും ഇല്ല എന്നതുകൊണ്ട് ഈ ഇങ്ങനെ പ്രോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പ്രകടമായി കാണിക്കുന്ന ആൾക്കാർക്ക് വാക്സിൻ ബെറ്റർ ആയി വർക്ക് ചെയ്തെന്നോ അല്ലെങ്കിൽ ബെറ്റർ അല്ലാതെ വർക്ക് ചെയ്തെന്നോ, ഇത് സിംറ്റംസ് ഒന്നും ഇല്ലാതെ, അതായത് കുത്തിവയ്പ് എടുത്തതിന് ശേഷം ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് പ്രതിരോധം കുറവാണെന്നും അങ്ങനെയുള്ള യാതൊരു തെളിവുമില്ല. ചിലരുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതും പ്രതിരോധം ഉണ്ടാക്കുന്നതും ഈ പറഞ്ഞ പോലത്തെ റെസ്പോൺസിനാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറഞ്ഞത് ഈ പറഞ്ഞ ഡിസ്കംഫർട്ട്. ഞാൻ ഇപ്പോഴും അതിനെ സൈഡ് എഫക്ട് എന്നാണ് പറയുന്നത്. ഡിസ്കംഫർട്ട് അഥവാ പ്രോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വളരെ സ്വാഭാവികമാണ്, നോർമലാണ്. പക്ഷെ ഇതുപോലെ തന്നെ വളരെ അപൂർവങ്ങളായിട്ട് ആൾക്കാർക്ക് അലർജീസ് ഉണ്ടാവാറുണ്ട്. ഈ 1 in 100,000 ഞാൻ പറഞ്ഞ ആൾക്കാരിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നും കൂടി ഞാൻ പറഞ്ഞു. അതായത് ആ ഒരു 1 in 10,000 ആൾക്കാർ മരിച്ചു പോകുന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഇത് മാനേജ് ചെയ്യാം. അനഫിലാറ്റിക് ഷോക്ക് ഉള്ള ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഫുഡ് അലർജി ഉള്ള ആൾക്കാരുണ്ട്. പീനട്ട് ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള അലർജീസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ശരീരത്തിൽ അലർജി ഉള്ള ആൾക്കാരുടെ ഫോർ സംഹൗ അവരുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ വാക്സിന്റെ ഘടകത്തോടോ അല്ലെങ്കിൽ വാക്സിന്റെ തന്നെ ആ ഒരു പാത്തജന്റെ ആ ഒരു ഘടകത്തോടോ തന്നെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ വേണ്ട രീതിയിൽ, അത് സാധാരണ 15 മിനിറ്റിനുള്ളിൽ തന്നെ സാധാരണ അത് അങ്ങനത്തെ അലർജീസ് ഉണ്ടെങ്കിൽ അനഫിലാറ്റിക് ഷോക്ക് പോലൊക്കെ ആണെങ്കിൽ അത് വരികയും അത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ വെളുപ്പിക്കുക എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് പറയാനുള്ള മറുപടി ഇതാണ്: ഒരാളുടെ ഡിസ്കംഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ രക്ഷിക്കുന്നത് ഒരാളുടെ ജീവനാണ്. അപ്പം അദ്ദേഹത്തിന് വാക്സിൻ അല്ലാതെ, ഓക്കെ, ഈ പറഞ്ഞ ഡിസ്കംഫേർട്ട് ഒന്നുമില്ലാതെ ഇത് കുറയ്ക്കാനുള്ള എന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ അത് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് കമന്റ് ബോക്സിൽ ഇട്ടതിന് ശേഷം വിമർശിക്കുക ആണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അതായത് ഈ ഡിസ്കംഫേർട്ട് ഉണ്ട്, ശരിയാണ്, അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന പ്രോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പോലും ഇല്ലാതെ പേവിഷബാധയെ തടഞ്ഞു നിൽക്കാനും ജീവൻ രക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു തെളിവുകൾ, അനക്ഡോട്ടല്ല, തെളിവുകൾ വെച്ചിട്ട് അദ്ദേഹം കമന്റ് അടിക്കുക എന്ന് അഭിപ്രായപ്പെടുന്നു. ഓക്കെ, താങ്ക് യു സിയാർ.